കൂട്ടിശങ്കര കൂട്ടിശങ്കര കൂട്ടാകില്ല ഇത് കൂട്ടാകില്ല ശീതളനാണ് ശീതളനാണ് കൂട്ടിശങ്കരനും കൂട്ടാകില്ലേ ശീതളാണ് എന്താ നിങ്ങൾ കാണിക്കണേ? എന്താ ആളെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ നീ? കുട്ടിശങ്കരൻ ചെന്നെ വിളിച്ചു നിൽക്കാന്ന് വിചാരിച്ചു. ഞാൻ വല്ലതും പറയുന്നതിനാ. എന്താണ് നിങ്ങളുടെ ഒരു കൂട്ടുകാരനില്ല ഒരു അമ്പലം തണ്ടി ആനപ്രാന്തൻ. അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ, അങ്ങോട്ട് വിളിച്ചു കയറ്റാൻ പറ്റിയൊരു കൊട്ടാരം. ഇപ്പൊ ഇന്നലെ ഒച്ചേട്ടപ്പോ എനിക്ക് തോന്നിയത് കണ്ണങ്ങടെ അടച്ച അപ്പൊ കുട്ടിശങ്കര കണ്ണിൽ തല്ലി. നമ്മുടെ അമ്പലപ്പുഴ കുട്ടിശങ്കരൻ അമ്പലപ്പുഴ അവനൊരു 7 കൊല്ലം മുമ്പ് ചരിഞ്ഞില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? എന്നും സ്വപ്നം കാണും, എപ്പോഴും സ്വപ്നം കാണും. ശീതളേട്ടാ, ഇന്നലെ നമ്മുടെ പൂരപ്പറമ്പിലേ മണിക്കേരി രാജൻ വന്നിരുന്നു. എന്താ അവന്റെ ഒരു തലയെടുപ്പെന്നറിയോ? പോയില്ലേന്നാ. ഇന്ന് പുലർച്ചെ അവനെ ലോറി കയറ്റി വിട്ടേ പിന്നെയാണ് ഞാൻ പൂരപ്പറമ്പിൽ നിന്ന് പോന്നത്. ശീതളേട്ടാ, ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞതേ നമ്മുടെ മംഗലത്തെ മണിക്കൂട്ടന്റെ പാപ്പാൻ സ്ഥാനത്ത് നിന്ന് ശീതളേട്ടനെ പറഞ്ഞു വിട്ടുന്നു. പറഞ്ഞു വിട്ടോന്നല്ലടാ, ഞാൻ ഇറങ്ങി പോന്നല്ലേ. പക്ഷെ പാപ്പാൻ പറഞ്ഞത് പറഞ്ഞു വിട്ടു. ഞാൻ ഇറങ്ങി പോന്നാണ്. അയാളായിട്ട് നമ്മളൊത്തൂലേ. എന്തൊരു അഭിമാനം പറയാനായിട്ട്. ഉള്ള പണിയും കളഞ്ഞിട്ട് ചൊറിയും കുത്തി വന്നിരിക്കുക. എന്നാ കുടിക്ക്, അതിനൊരു കുറവും വരുത്തണ്ട. ഞാൻ കുടിച്ചാ എന്നാ കുടിക്കണ്ട. ഇല്ല തന്നിട്ട് എന്തൊട്ട് ചായ തരി പഞ്ചസാര ഇട്ടില്ല. അതിന് പഞ്ചസാര വേണ്ടേ? പഞ്ചസാര പാത്രം കഴുകി വെച്ചിട്ടുണ്ട് രണ്ടിലും. പഞ്ചസാര ഇല്ലെങ്കിൽ പോയി മേടിക്കണം. അതെ, എന്റെ ഭർത്താവ് പലചരക്കട എല്ലാം നടത്തുന്നത് ആനേനെയാ. ആനപ്പിണ്ട് അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര തരൂല അയാള്. അതിന് പൈസ കൊടുക്കണം. ചേച്ചി ആനപ്പാപ്പാന്ന് പറഞ്ഞ ചില്ലറ കാര്യം. നീ ചായ കുടിച്ചിട്ട് വേഗം പോവാൻ നോക്കിക്കേ. പോ. ആരോടാ വർത്താനം പറയണത്? ഒരു വാലും മൂടറിയാത്ത ടീമാണ്. 4 ദിവസമായില്ലേ ഞാൻ അവിടെ ഇരുന്നിട്ട്. അപ്പോഴത്തേക്കും ചായ പഞ്ചസാര ഇല്ല. നീ എന്തറിഞ്ഞിട്ടാ പരിചാതായി പറയണത്? ഈ മനുഷ്യനെ ആ മുതലാളിയുടെ തല്ലും പിടിച്ച് ഈ കുടുംബത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഈ വീട്ടിൽ ഉപ്പുണ്ടോ, മുളകുണ്ടോ, പഞ്ചസാര ഉണ്ടോ? എന്നാ വല്ല പണിക്ക് പോകാൻ പറഞ്ഞാൽ അതും കേൾക്കൂല. നീയൊന്ന് ആലോചിച്ച് നോക്കിടാ. 10-25 വർഷമായിട്ട് ആനപ്പാപ്പാനായിട്ട് നടന്ന എന്നോട് വേറെ പണിക്ക് പോകാൻ. പണിക്ക് പോണ ഞാൻ അല്ല. ഇപ്പൊ എന്താണ് പ്രശ്നം ഉണ്ടായത് മുതലാളിയായിട്ട്? അയാളൊരു കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാടാ. കണ്ണിച്ചോരില്ല അയാൾക്ക്. ഞാൻ പറഞ്ഞ എന്റെ മോന് സുഖമില്ല, തീരെ സുഖം. എന്റെ കണ്ണെന്ന് വെള്ളം പറഞ്ഞ സഹിക്കല്ല എനിക്ക്. അത് ചേട്ടൻ ഇപ്പൊ 2 ദിവസം ആശുപത്രി കൊണ്ടു കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാ പോരെ? നീ ഇത് ആരുടെ കാര്യാന്നോർത്തി പറയണേ? അല്ല, ഇവിടെ മോന്റെ കാര്യമല്ലേ പറഞ്ഞത്? അയ്യോ, അതിലും വലിയ ഭ്രാന്തനാണല്ലോ. മോന്റെ കാര്യം ചിന്തിക്കുന്ന ഒരു തന്താനയുടെ കാര്യമാണ് ഈ പറയണേ. ആനയുടെ കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് എടാ, അവനിപ്പോ നീരുകാലാണ്, റെസ്റ്റ് വേണ്ട സമയമാണ് അറിയാലോ. പിന്നെ ഈ പൊരി വെയിലത്ത് ഈ ഓരോ കാര്യത്തിന് ഇയാള് വല്ല കമ്മിറ്റിക്കാരും അഡ്വാൻസ് ആയിട്ട് അവിടുന്ന് വരണ കണ്ട പടിക്കിലേക്ക് ഓടി ചെല്ലു ഇയാള്. എന്നിട്ട് മേടിച്ചെടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഈ ലോറിയിൽ എത്ര ദൂരം യാത്ര ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഈ പൊള്ളയും ടാർട്ട റോട്ടിൽ കൂടെ നടത്തും. അതും കഴിഞ്ഞിട്ട് ഈ രാത്രി ഒറ്റ നിപ്പാണത്. മനസ്സിലാവണ്ട? ഇതിനൊക്കെ ഇവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? തീറ്റല്ല, വെള്ളമില്ല, ഒരു ഭക്ഷണമില്ല, ഒരു ചായ സാധനമില്ല. ഒരു 2 ദിവസം റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സമയല്ലേ അത്? ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഇയാൾ എന്നോട് പറയാ, തന്റെ ആനയൊന്നല്ലോ, ആന എന്റെ അല്ലേ, താൻ പണിക്കാരല്ലേ, താൻ തന്റെ കാര്യം നോക്കിയാൽ മതി. ചേപ്പ ഞാൻ അടിച്ചു പിടിക്കട്ടാ വർത്താനം പറയാന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഇവിടെ എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇതൊക്കെ ആ സത്യശീല മുതലാളുണ്ടോ, അയാളുടെ ഭാര്യ ഉണ്ടത്. കണ്ണിച്ചോലടാ. പിന്നെ എന്തിനാണ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ? ആര് വിളിച്ചിറക്കിക്കൊണ്ടു നിന്നെ? 4 ദിവസം പത്തോട്ടം വേദാണ് കൂടെ ഇറങ്ങി പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ വേണം. നിന്നോട് ചായ കുടിച്ചിട്ട് സ്ഥലം വിടാൻ പറഞ്ഞ ഞാൻ. ചേച്ചി, ചേട്ടൻ പറയണേലും കാര്യമുണ്ട്. ആനകൾക്ക് ഈ സമയത്ത് നല്ല റെസ്റ്റ് വേണം. ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ ഫുള്ള് റെസ്റ്റായി. ആണുങ്ങൾ ഇപ്പൊ ആനേനെ കൊണ്ട് പണി എടുപ്പിക്കണുണ്ട്. പൊട്ടൻ. എന്റെ സ്ഥിതി മനസ്സിലായ നിനക്ക്?
ആനകളുടെ പ്രയാസമൊന്നും പറഞ്ഞ് ഇവർക്കൊന്നും മനസ്സിലാവൂല ശീതളേട്ടാ. നിങ്ങൾക്ക് ആനയുടെ പ്രയാസം മാത്രമല്ല, കുടുംബക്കാരുടെ പ്രയാസം അറിയില്ലേ? ഒരു ജാതി സാധനം. നമ്മുടെ മണിക്കുട്ടന്റെ പാപ്പാനായിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് ആ സൂതൻ പാപ്പാനാ. ഞാൻ അറിഞ്ഞ് ഫുൾ ടൈം വെള്ളമാണ് അയാൾ അതിനെ കൊല്ലും. എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ അതിന്റെ പണിക്കുറ്റം തീരൂട്ടാ. നമുക്കൊരു പണി ചെയ്താലേ ശീതളേട്ടാ? നമ്മുടെ മറ്റേ ആന സംരക്ഷണ സമിതിയുടെ നേതാവില്ലേ, നമ്മുടെ മാതങ്കം മൊയ്തു, അയാളെ പോയി കണ്ടിട്ട് നമുക്ക് വിവരം പറയാം. അയാൾ വിചാരിച്ചെന്തെങ്കിലും നടക്കുമോ? അയാള് വിചാരിച്ച നമ്മുടെ മണിക്കൂട്ടന് സംരക്ഷണവും കിട്ടും, ചേട്ടനെ ചിലപ്പോ ജോലിയിലേക്ക് തിരിച്ചു കൊടുക്കും. എന്റെ പണിയുടെ കാര്യം എന്തിലാവട്ടെ, എന്റെ കാര്യം ഒന്നും നേരെ ചൊവ്വാൻ എനിക്ക് അത്രമാത്രം എന്റെ കുട്ടിയെ കഷ്ടപ്പെട്ടു അതിനെ കഷ്ടപ്പെടുത്താൻ മതി. ചേട്ടൻ പ്രയാസപ്പെടല്ലേ, ചേട്ടൻ ഷർട്ട് ഇട്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. 5-10 കൊല്ലായി ഞാൻ അതിന്റെ കൂടെ. കണ്ട ഇവർക്ക് അങ്ങനെ ഇറക്കി പറഞ്ഞു വിട്ടാന്നില്ല. അയാൾ വിചാരം ഞാൻ ഈ കാശിന് വേണ്ടിട്ട് ഇങ്ങനെ അയാളുടെ കാലിന്റെ ചോട്ടിൽ എടുക്കുന്ന ഞാൻ ഇതിനോടുള്ള സ്നേഹം കൊണ്ട് എത്ര നാളെ ഞാൻ പിടിച്ചത്. എന്റെ ശീതളായിട്ട് ഈ കൊമ്പമേശ്യം കരയല്ലേ, ചേട്ടൻ ഷർട്ട് എടുക്ക്. വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ടിട്ട് പോ. കണ്ട മണിക്കുട്ടിനെ മയക്ക് എത്ര ബുദ്ധിമുട്ടില്ലേ. എവിടെ പോയി കിടക്കുകയാണ് ഈ കോശവൻ? സുഗത, എടാ വങ്ക, കള്ളും കുടിച്ച് വന്ന് കിടക്കണ കിടപ്പ് കണ്ടില്ല അവൻ. നന്ന് കഴിച്ചില്ല, ഇത് ഇന്നലെ കഴിച്ചിട്ട് കേങ്ങോറാണ് സത്യം. ആ ആനയുടെ അടുക്കല്ലേ? ആനോട് ഒറ്റയ്ക്കാ? അവിടെ നമ്മുടെ ഉണ്ണി ഉണ്ടല്ലോ. ഏതുണ്ണി? നമ്മുടെ രണ്ടാം പാപ്പായ. അവിടെ പാപ്പാനും കീപ്പാനൊന്നും ഇല്ല. ആന അവിടെ കുറുമ്പളകി നിൽക്കണം, അങ്ങോട്ട് ചെല്ലുക. ഞാനൊന്നും പോവില്ല മണിക്കൂട്ടിന്റെ അടുത്തേക്ക്. ഒരു വൃത്തികെട്ട ആനയാണ്, പറഞ്ഞു ഒന്നും കേൾക്കില്ല. ഞാൻ അവനെ ചവിട്ടി കൂട്ടിയിട്ട് പിന്നെ മുതലാളി ഓർത്തിട്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. നാളല്ലേ മുതലാളി എഴുന്നള്ളിപ്പ്? ആ എഴുന്നള്ളിപ്പ് നാളെ ആണെങ്കിൽ അല്ല 9 മണിക്ക് വണ്ടി വരും എനിക്കറിയാം. ഞാൻ ജോലിയിൽ ഭയങ്കര സിൻസിയർ ആണേ. ഞാൻ വേറെ പാപ്പാനെ കിട്ടുമോ നോക്കാം. എന്താന്ന് അങ്ങനെ പറഞ്ഞു? തന്നെ കൊണ്ടൊന്നും സാധ്യമില്ലടോ. അല്ല നാളെ പോണ്ടേ? ക്ഷീണം പാപ്പാനോ? വരിക വരിക. അവിടെ നിൽക്കുക. എടാ ശുംഭ, തന്നോടാ പടി ഇങ്ങോട്ട് കയറാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ? തന്നെ കാണാൻ വന്നാലോടോ അതിന്റെ. എന്താ? ഞാൻ മണിക്കൂട്ടിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാ. വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. താൻ ആളെ കൂട്ടി വന്നാലും ഇല്ലെങ്കിലും തനിക്ക് ഇനി ഇവിടെ പണിയില്ല. ജോലിന്റെ കാര്യം പറയാനല്ല നമ്മൾ വന്നത്, പിന്നെ ആനേന്റെ കാര്യം പറയാനാണ്. ആനയുടെ എന്ത് കാര്യം? നിങ്ങൾ ഇവിടുത്തെ ആനേനെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടിക്കുന്നു. ഈശ്വരനോ? ഈശ്വരൻ അവിടെ ആനയെ നോക്കല്? ഫുൾ ടൈം വെള്ള സാറേ, ഫുൾ ടൈം വെള്ള. ഈ വയസ്സാ കാലത്ത് അവനെ കണ്ടിട്ട് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവന് കണ്ണിന് കാഴ്ച കുറവുണ്ട് സാറേ, വേറെ ബുദ്ധിമുട്ടുണ്ടോ അവന്? മതപ്പാടുള്ള സമയത്ത് ഇങ്ങനെ പുറത്തിറക്കി നടക്കാൻ പാടില്ല, ദേഷ്യം കൂടുന്ന സമയമാണേ. ഓ നല്ല അറിവാണല്ലോ. ഏറെക്കുറെ. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് കൂട്ടും കൂടി ഇണ തേടി ഇര തേടി നടന്ന പാവം ജീവിയാണ് ആന. അതിനെ പിടിച്ചുകൊണ്ടുവന്ന കാലം മുതൽ ചങ്ങല കെട്ടി നരകിപ്പിക്കല്ല നിങ്ങള്. മാറെങ്കിലല്ല നിങ്ങൾ കെട്ടിക്കണോ? അങ്ങനെ വല്ലതും ഉണ്ടാകാൻ പറയാ, നമുക്ക് അത്തരം കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. പറഞ്ഞോളാ. അഷ്ടായുർവേദത്തെ കുറിച്ചും അത് എഴുതിയ പാലകാമ്പിനെ കുറിച്ചും നിങ്ങൾ കേട്ടിക്കണോ? പാലകമ്പിയോ? പാലകമ്പിയല്ല, പാലകാമ്പ്യ മുനി. പാലകാമ്പ്യ മുനി ഒന്ന് മിണ്ടാടെ നിൽക്കുക. പറയണേ, മാതങ്കലിയെ കുറിച്ച് 24 മണിക്കൂറും പറയുന്നോണ്ടാണല്ലോ തന്നെ മാതങ്ക മൊയ്തു എന്ന് പറയണത്. അതൊക്കെ അറിയാലോ. ആ രീതിയിൽ വേണം ആനയെ പരിചരിക്കാൻ. നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ആന നിങ്ങൾ അനുസരിക്കണതെന്ന്. അല്ല, ക്രൂര പീഡനങ്ങളാലേ മനസ്സ് ഭയന്നിട്ടാണ് അത് നിങ്ങൾ അനുസരിക്കണത്. അടേ താനെന്താ പൊട്ടണ? അതുകൊണ്ടല്ലേ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നല്ല പടം കൊടുക്കണം. അങ്ങനെ പടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ പറയാൻ പാടില്ല. ഇയാളെ കയ്യിലൊരു 16 കൊല്ലൊരു ചൈനങ്ങള് തല്ലി തമ്പറാക്കടോ. എന്താ പറയുന്നത്? ദുഷ്ടതരം ചെയ്തിട്ട് വർത്തമാനം പറയാൻ നിൽക്കുക. അതെ എടോ മൊയ്തു, ബീഹാറിലെ സോൻപൂർ മേളയിൽ നിന്ന് മുമ്പ് ആനകളെ വാങ്ങാമായിരുന്നു. ഇപ്പൊ സർക്കാർ അത് തടഞ്ഞു. കാട്ടിക്കയറി ആനകളെ പിടിച്ചുകൊണ്ട് വന്ന് അതിനെ മെരുക്കാനും പാടില്ല. ആകെ നമുക്കുള്ളത് 100-400 ആനകൾ. ഈ ആനകളെ വെച്ച് വേണം കേരളത്തിലുള്ള ഉത്സവങ്ങൾ മുഴുവൻ നടത്താൻ. എല്ലാവരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കുമ്പോൾ
ചില ആനകൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് സഹിക്കുക. അല്ലാതെ എല്ലാവരും കൂടെ സംഘം ചേർന്ന് മുതലാളിമാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറ്റം പറയൂ. നിങ്ങളൊക്കെ കാശ് എണ്ണി മേടിക്കാൻ വേണ്ടിട്ടുള്ളൂ ഈ പാവങ്ങളെങ്ങനെ കണ്ണീര് കുടിപ്പിക്കണേ. അതേടോ, ആ കാശിന് വേണ്ടിട്ട് എന്റെ ആനയെ വാങ്ങണത്, അല്ലാണ്ട് എന്തിനാ ആനയെ വാങ്ങിയിട്ട് എനിക്ക് അലമാരയിൽ വെച്ചാൽ മുട്ടിയാ മതിയോ? ഞങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. ഓ, പ്രതികരിച്ചോളൂ, ഒരു വിരോധവുമില്ല. പക്ഷേ അത് എന്റെ വളപ്പിൽ നിന്നിട്ട് ആവരുത് മാത്രം. പഠിക്കങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാ, എന്നിട്ട് തല കിഴക്കാൻ തൂക്കാക്കി നിന്നിട്ട് അങ്ങോട്ട് പ്രതികരിച്ചോളൂ. സന്തോഷം. നോക്കി നിൽക്കണ്, മുതലാളി പറഞ്ഞു കേട്ടില്ലേ? എന്റെ മുതലാളിയുടെ പറമ്പ് പോടാ. താരം കറിഞ്ഞ എന്റെ മണിക്കൂട്ടറിന്റെ നേരെ കയ്യോങ്ങി എന്ന് പറഞ്ഞാ തന്റെ കോന്റെ കൊട്ടിയാൻ തല്ലി മുറിക്കണം. കല്ലെറിഞ്ഞ കൊല്ലി ആനേനെ മാത്രല്ല നിങ്ങളൊക്കെ മരിക്കുന്ന സുഗതൻ അറിയില്ലേ നിങ്ങക്ക്? പോരാ മുതലാളി. ഓ മതി, ഞാൻ ആനയുടെ അടുത്തേക്കുള്ളു. ആനയുടെ അടുത്തേക്ക് ചെല്ലേ. ആ പിന്നെ എന്താ നിനക്ക്? ആനയുടെ അടുത്തേക്ക് ചെല്ലാൻ. മണിക്കൂട്ടാ ഉണ്ണിയെ അതെ, മൃഗസംരക്ഷണ വകുപ്പാണ്. ഓ അതെ അതെ, ആ ഫയല് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എപ്പോൾ പോയിട്ട് തിരിച്ച് വരുമെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, ഫയലിൻ്റെ കാര്യമല്ലേ. ആ അയ്യോ, കാശൊക്കെ കിട്ടും, പിന്നെ കാശ് കിട്ടും. കിട്ടും കിട്ടും, അല്ല കിട്ടും. ആ ഓ ശരി ശരി ശരി, ഇനി അതിനുവേണ്ടി ഇങ്ങോട്ട് വിളിക്കണ്ട. ആ ശരി. എന്താ സാറേ? താറാവിനെ ചുട്ടതിന്റെ കാശ് കിട്ടണമെന്ന്. അത് കൊള്ളാം. കണ്ടവര് താറാവിനെ ചുട്ട് തിന്നതിന് നമ്മളെന്തിനാ പൈസ കൊടുക്കണേ? കണ്ടവരാ? അതെ, പക്ഷിപ്പനി വന്നപ്പോ കൂട്ടത്തോടെ താറാവിനെ ചുട്ടുകൊല്ലാൻ നമ്മൾ ഓർഡർ കൊടുത്തില്ലേ, അതിന്റെ കാശ് ചോദിച്ച് താറാവ് കർഷകൻ വിളിച്ചതാ. അതാണോ? ആ അതാ. അല്ല സാറേ, ഈ താറാവ് ഒരു മൃഗമാണോ? എന്തപ്പ അങ്ങനെ തോന്നാൻ? അല്ല, ഇത് മൃഗസംരക്ഷണ വകുപ്പല്ലേ, അപ്പൊ ഈ താറാവിന് എന്തിനാ പൈസ കൊടുക്കണേ? ശരിയാണല്ലോ, താറാവ് മൃഗമല്ലല്ലോ, അതൊരു പക്ഷിയല്ലേ. ആ മണ്ടു ഒരു സംഭവം തന്നെ കേട്ടോ, ഞാനിപ്പോഴാ അത് ശ്രദ്ധിച്ചേ. കണ്ട, ഞാനിപ്പൊ ഇല്ലായിരുന്നെങ്കിൽ സാറ് എല്ലാവർക്കും പൈസ എടുത്തു കൊടുത്തേനെ. മണ്ടു, എന്റെ സ്വഭാവത്തിന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ? എന്താ സാറിന് അങ്ങനെ തോന്നിയോ? അല്ല, എൻ്റെ ഭാര്യ പറയുന്നു ഈ മൃഗസംരക്ഷണ വകുപ്പിൽ വന്നതിന് ശേഷം ഒരു കാണ്ടാമൃഗത്തിന്റെ സ്വഭാവമുണ്ട്. അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ വിചാരിച്ചു ജനിച്ചപ്പോഴേ ഇങ്ങനാന്ന്. മറിമായം